സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമ പരാതികളിൽ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു. 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓരോ കേസിനും ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ കേസും ഓരോ സംഘം അന്വേഷിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥ ജി പൂങ്കഴലി പറഞ്ഞു. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, എങ്ങനെയാണ് കേസിന്റെ എല്ലാം വിശദാംശങ്ങൾ? 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓരോ കേസിനും ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആലുവയിലെ നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 7 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 7 കേസിന്റെയും അന്വേഷണം വെവ്വേറെ മുന്നോട്ട് നടക്കും എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ ആലുവ സ്വദേശിയായ നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇനി അവരെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കോടതിയിൽ നിന്നും രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം അവരെ അവരെ മടങ്ങാൻ അനുവദിക്കും. നിലവിൽ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തൽ, വീട്ടിലെ രഹസ്യമൊഴി രേഖപ്പെടുത്തൽ അവസാനിച്ചു കഴിഞ്ഞു. ഇനി കോടതിയിലെ രഹസ്യമൊഴി രേഖപ്പെടുത്തൽ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതിസ്ഥാനത്തുള്ള നടന്മാരെല്ലാം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മുകേഷ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അദ്ദേഹത്തിന് കോടതി താൽക്കാലികമായി 5 ദിവസത്തേക്ക് അറസ്റ്റ് നടപടികൾ തടയുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആരോപണ വിധേയരായ നടന്മാർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാളിദാസ്. നിതിൻ, ഇപ്പോൾ വിമർശനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ ഈ കേസുകൾക്കെല്ലാം കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് തന്നെ കരുതാമോ? സർക്കാരിന്റെ പ്രാധാന്യമല്ല ഇത്. പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്താൻ അവരുടെ പ്രത്യേക യോഗം ചേർന്ന് തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘമാണ് ഈ തരത്തിൽ ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തത്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഇതുവരെ അന്വേഷണ സംഘം കടന്നിട്ടില്ല. ഇന്നത്തെ രഹസ്യ മൊഴിയെടുപ്പ് കൂടി പൂർത്തിയാൽ മാത്രമേ അത്തരം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. കാളിദാസ്. ശരി. സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമ പരാതികളിൽ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു. 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓരോ കേസിനും ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ കേസും ഓരോ സംഘം അന്വേഷിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥ ജി പൂങ്കഴലി പറഞ്ഞിട്ടുണ്ട്. വിശദാംശങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.